ഇനി കൽപ്പാത്തി ആവേശത്തിലാക്കി രഥപ്രയാണം തുടങ്ങിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ 3 മുന്നണികളുടെ സ്ഥാനാർത്ഥികളും രഥം വലിക്കാനെത്തിയതോടെ ഈ ആവേശം ഇരട്ടിയായി. രഥപ്രയാണത്തിന്റെ ആദ്യ ദിവസം പ്രധാന ക്ഷേത്രമായ വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിലെ 3 രഥങ്ങളാണ് കൽപ്പാത്തിയിലെ അഗ്രഹാര വീഥികളിൽ പ്രദക്ഷിണം ആരംഭിച്ചത്. ആയിരക്കണക്കിന് വിശ്വാസികൾക്കൊപ്പം 3 മുന്നണിയുടെ സ്ഥാനാർത്ഥികളും രഥം വലിക്കാനെത്തി. എല്ലാ വർഷത്തെയും പോലെ തന്നെ ജനങ്ങൾ വലിയ ആവേശത്തിലാണ്. ഇത്തവണ തെരഞ്ഞെടുപ്പിന്റെ ആവേശം കൂടി ഉള്ളതുകൊണ്ട് രാഷ്ട്രീയമായി കൂടി ഒരു തേരുവലിയാണ് നടക്കുന്നതെന്ന് തോന്നുന്നു. കൽപ്പാത്തി രഥോത്സവം ഞങ്ങളെ സംബന്ധിച്ചോളം ആവേശത്തിമിർപ്പിന്റെ നിമിഷങ്ങളാണ്. എല്ലാ വർഷവും കുട്ടിക്കാലം മുതൽ തുടങ്ങിയ ഉത്സവം. ഈ രഥോത്സവം ഒരു പ്രത്യേക അനുഭവമാണ്. അതിപ്പം നിങ്ങൾ നോക്കിയാൽ കാണാം, പാലക്കാടുകാർ മാത്രമല്ല, അല്ലെങ്കിൽ കൽപ്പാത്തിക്കാർ മാത്രമല്ല, ഇന്ത്യയിലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നവർ തൊട്ടിവിടെ ഇത് കാണാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അതൊരു കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ഒക്കെ ഒരു പ്രധാനപ്പെട്ട സാംസ്കാരിക തനിമയുടെ ഭാഗമാണ് രഥോത്സവം. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ, MP-മാരായ VK ശ്രീകണ്ഠൻ, ഷാഫി പറമ്പിൽ തുടങ്ങിയവരും ആവേശത്തിൽ പങ്കാളികളായി. തൃശ്ശൂർ പൂരം പോലെ പാലക്കാട്ടുകാരുടെ ഏറ്റവും വലിയ ആഘോഷമാണ്. അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും അതിൽ പങ്കെടുക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു പുതിയ അനുഭവം തന്നെയാണ്. പിന്നെ ഔദ്യോഗികമായിട്ട് MLA അല്ലാതായി അതിൻ്റെ ശേഷം നടക്കുന്ന തേരാണ്. പക്ഷേ എനിക്ക് കൽപ്പാത്തിയെ സംബന്ധിച്ചിടത്തോളം ഈ തേരിൽ ഞാൻ കൂട്ടത്തിൽ അലിയഞ്ഞിപ്പോൾ ഒരു പദവിയുടെ ആവശ്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. എല്ലാ പദവികൾക്കും അപ്പുറത്താണ് ഈ പ്രദേശമായിട്ടുള്ള ആത്മബന്ധം. തെരഞ്ഞെടുപ്പ് കാലത്ത് എൻ്റെ അനുഭവത്തിൽ ആദ്യമായിട്ടാണ് അതിൻ്റെ ഭാഗ്യം കിട്ടിയത് രാഹുലിനാണ്. എന്താ കാരണം, 10,000-കണക്കിന് ആളുകളെ ഒരുമിച്ച് കാണാൻ കഴിഞ്ഞു. രഥോത്സവം പരിഗണിച്ച് വോട്ടെടുപ്പ് നവംബർ 20 മാറ്റിയിരുന്നു. ഇനി 3 ദിവസം കൽപ്പാത്തിയിൽ രഥപ്രയാണമാണ്. നവംബർ 15 പ്രശസ്തമായ ദേവരഥ സംഗമം. ന്യൂസ് മലയാളം, പാലക്കാട്.